ഞാൻ ഒരു കാര്യം പറയട്ടെ. മനുഷ്യൻ വളർന്നു, സയൻസ് വളർന്നു, ഭൂമി എങ്ങനെയുണ്ടായെന്നും പ്രപഞ്ചം എങ്ങനെയുണ്ടായെന്നും ജീവജാലങ്ങൾ എങ്ങനെയുണ്ടായെന്നും നാം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ സത്യം നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ കാലഘട്ടത്തിലും മനുഷ്യൻ വളർന്ന് ഉന്നതമായ സ്ഥാനത്തെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവങ്ങൾക്ക് ജീവജാലങ്ങളെയും മനുഷ്യനെയും ബലി കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ നാം കേൾക്കാറുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക, അത് ശരിയാണോ? മനുഷ്യൻ ഇത്രത്തോളം വളർന്ന സ്ഥിതിക്ക് ജീവജാലങ്ങളെ ബലി കൊടുക്കുന്ന കാര്യം ശരിയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് വേണ്ടി അത് ശരിയായ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യൻ മരിക്കില്ലായിരുന്നു. മറ്റ് ജീവജാലങ്ങൾ മരിക്കുകയും മനുഷ്യൻ മരിക്കാതിരിക്കുകയും ചെയ്തേനെ. ഇനി അഥവാ മനുഷ്യൻ മരിച്ചു വന്നിരിക്കട്ടെ, മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ്റെ ശരീരം കേടുവരില്ലായിരുന്നു. എന്തൊക്കെ ചെയ്താലും അവൻ്റെ ശരീരത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ലായിരുന്നു. മണ്ണിൽ കുഴിച്ചിട്ടാൽ അവിടെ അങ്ങനെ ഇരിക്കും. ദൈവത്തിൻ്റെ പേരിൽ ദൈവസൃഷ്ടിയാണെന്നൊക്കെ ഉള്ള സങ്കല്പം അത് ശരിയാണെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കൊപ്പം എങ്ങനെ മനുഷ്യൻ മണ്ണാകുന്നു? മനുഷ്യൻ മണ്ണാകില്ലായിരുന്നു. മനുഷ്യന് ഒരു കേടും സംഭവിക്കില്ലായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം, നാം കാണിച്ചിരിക്കുന്ന ഒരു വലിയ അനാചാരമാണ് ബലി കൊടുക്കൽ എന്ന സമ്പ്രദായം. രഹസ്യമായിട്ടെങ്കിലും നമ്മളിടയ്ക്ക് വാർത്ത കേൾക്കാറുണ്ട് നരബലി. പരസ്യമായിട്ട് നാം കേൾക്കാറുണ്ട് ജീവജാലങ്ങളെ ബലി കൊടുക്കുന്ന കാര്യം. എല്ലാവരും ഇതേക്കുറിച്ചും ചിന്തിച്ചു നോക്കി. ഇത്രത്തോളം മനുഷ്യൻ വളർന്ന് പ്രപഞ്ചത്തെ കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിയ ഈ സ്ഥിതിക്ക് നമ്മൾ ബലി സമ്പ്രദായത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് വരാം. ബൈ.